ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്കിന്ന് +2 ക്ലാസ്സിലെ 3rd യൂണിറ്റ് നോക്കാം. മാൻ സമ്മാൻ മിലെ നാരിക്കോ, നാരി സ്ത്രീക്ക് അന്തസ്സും ആദരവും ലഭിക്കട്ടെ. പാഠത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. നോക്കിയിരിക്കുക. ടൈറ്റിൽ സെമീൻ ഏക്ക് സ്ലൈറ്റ് കാ നാം ഹേ. സെമീൻ ഭൂമി ഒരു സ്ലൈറ്റിൻ്റെ പേരാണ്. എഴുതിയത് ഏകാന്ത ശ്രീവാസ്തവ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പാഠഭാഗം. നോക്കിയിരിക്കുന്ന ആത്മകഥയും പിന്നെ ശ്രീവാസ്തവ് എന്നുള്ളതും വൺ വേർഡാണ്. എക്സാമിനത് ചോദിക്കാം. ഇനി നമുക്ക് കവിയൊന്ന് പരിചയപ്പെടാം. ഏകാന്ത ശ്രീവാസ്തവ ഹിന്ദിക്ക് ജാനെ മാനെ ലേഖക് ഹേ. ഏകാന്ത ശ്രീവാസ്തവ ഹിന്ദിയിലെ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ലേഖകൻ ആണ്. ഛത്തീസ്ഗഡ് के छुटा गांव में सन 1964 को उनका जन्म हुआ था. ഛത്തീസ്ഗഡിലെ ഛുട്ട എന്ന ഗ്രാമത്തിൽ 1964 അദ്ദേഹം ജനിച്ചത്. ഉൻക 3 കവിതാ സംഗ്രഹ നികലഹെ. അദ്ദേഹത്തിൻ്റെ 3 കവിതാ സംഗ്രഹങ്ങൾ, സമാഹാരങ്ങൾ പുറത്തു വന്നു. മേരെ ദിൻ മേരെ വർഷ ഉൻകി ആത്മരചന ഹേ. മേരെ ദിൻ മേരെ വർഷ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മരചനയും ആകുന്നു. പേ കേദാർ സമ്മാൻ സെ സമ്മാനിത് ഹേ. അദ്ദേഹത്തിന് കേദാർ സമ്മാനം അവാർഡായി ലഭിക്കുകയും ചെയ്തു. ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയിരിക്കണേ. 30 അപ്രിൽ കോ മേരി തദർത്ത് സേവ സമാപ്ത് കർ ദി ഗയി. 30 അപ്രിൽ എന്ന് വെച്ചാൽ ഏപ്രിൽ 30. ആ ഏപ്രിൽ 30 ശേഷം എൻ്റെ പ്രത്യേക നിയോഗം അവസാനിപ്പിച്ച്. और मैं बोरिया बिस्तर समेट कर अम्मा सहित बिलासपुर आ गया. ഞാൻ കെട്ടും കിടക്കയും, ബിസ്തർ കിടക്ക, ബോറി എന്ന് വെച്ചാൽ ചാക്കാണ്, ഇവിടെ കെട്ടും കിടക്കയും എടുത്ത് അമ്മയോടൊപ്പം ബിലാസ്പൂരിൽ വന്നു. ഛോട്ടാ ഭായി ഗുഡു ലിവാനെ ആയാധ. ഇളയ സഹോദരനായ ഗുഡു ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നു. താക്കി അതായത് സാമാൻ ലാനേമേ അകേലെ മുച്ചേ കഠിനായി നഹോ. അകേല തനിച്ച്, അതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടായില്ല. ഗുഡു ഉള്ളതുകൊണ്ട് സാധനങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. സാമാൻ ലാന ഇസ്ലിയെ സെരൂരി था कि अगले वर्ष पुनः साक्षात्कार में मैं चुन ही लिया जाऊँ. इसकी गारंटी नहीं थी. അർത്ഥം നോക്കി. സെരൂരി ആവശ്യം, അകലെ വർഷ അടുത്ത വർഷം, പുനഃ വീണ്ടും, സാക്ഷാത്കാർ അഭിമുഖം, ചുന്ന തിരഞ്ഞെടുക്കുക, ഗ്യാരണ്ടി. നോക്കിയേ. അടുത്ത വർഷം വീണ്ടും, സാക്ഷാത്കാർ അഭിമുഖം നടത്തുമ്പോൾ ഞാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പില്ലായിരുന്നത് കൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം ആയിരുന്നു. ബിലാസ്പൂർ കെ ഘർ മേ താല ലഗാകർ സാരാ പരിവാർ ഗാവ് പഹുഞ്ച എത്തി. താല ലഗാന താഴിട്ട് പൂട്ടുക. ഇനി നോക്കിയേ. ബിലാസ്പൂരിലെ വീട് പൂട്ടി കുടുംബത്തിലുള്ള എല്ലാവരും ഗ്രാമത്തിൽ എത്തി. അരസ് കെ ബാദ് ഗാവ് കെ ഘർ കി ലിപായി പുതായി കി ഗയി. അരസ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ വീട് പൂശലും, ലിപായി പുതായി പൂശലും വെള്ളയടിക്കലും തുടങ്ങി. ബഹത്ത് ദൗഡ് ഭാഗ് കെ ബാദ് സെമീൻ കാ ഖരീദാർ മില. ഒരുപാട് എന്നുവെച്ചാൽ ദൗഡിന ഓടുക എന്ന വാക്കാണ്, ഖരീദിന വാങ്ങുക എന്നൊക്കെ. വളരെ ഓടി നടന്നതിന് ശേഷം ഭൂമി വാങ്ങാനുള്ള ആളെ കണ്ടെത്തി. അതായത് അവർക്ക് ഭൂമി വിൽക്കണമായിരുന്നു, അതിനുള്ള ആളെയും കണ്ടെത്തി. 12 ഹസാർ പ്രതി ഏക്കട്ട് കി ദർസെ ജൈസെ കി അനുമാൻ ഥ. ഏക്കട്ട് എന്ന് വെച്ചാൽ ഏക്കർ, അതായത് അനുമാനിച്ചതുപോലെ ഏക്കറിന് 12,000 രൂപ നിരക്കിൽ ആയിരുന്നു. കുച്ച് ഓർ കീമത്ത് ആസക്തി ദി. കീമത്ത് വില, കുറച്ചുകൂടി വില വന്നേനെ. മഗർ മസ്ബൂരിക്ക് കാ ഫായദ സഫി ഉഡാത്തെ. മസ്ബൂരി നിസ്സഹായത. എന്നാൽ എല്ലാവരും നിസ്സഹായതയിൽ മുതലെടുത്തു. അവർക്ക് പണത്തിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഒരു നിസ്സഹായത മുതലെടുത്തു. ഹമാരെ പാസ് സമയം നഥ. കാരണം ഞങ്ങളുടെ പക്കൽ എന്തില്ലായിരുന്നു? സമയം ഇല്ലായിരുന്നു. ഷാദിക്ക് തയ്യാറിയാം ശുരു കർത്തി ഹേ. ഷാദി വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങൾ നടത്തേണ്ടിയിരുന്നു, അതുകൊണ്ട് അവരുടെ പക്കൽ സമയമില്ലായിരുന്നു. ഭൂമി വേഗം വിറ്റിട്ട് വേണം ആ കുട്ടിയുടെ വിവാഹം നടത്താൻ. ഭവിഷ്യ നിധി സെ ഫി കുച്ച് ഹസാർ റുപ്പേ പിതാജി നികൽ ലായേ ഥേ. ഭവിഷ്യനിധി എന്ന് വെച്ചാൽ പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അതിൽ നിന്ന് കുറച്ച് 1000 രൂപ, അതായത് ആയിരങ്ങൾ പിതാവും പിൻവലിച്ച് കൊണ്ടുവന്നിരുന്നു. दीदी बहुत फाबुग हो गई थी और बात बात में रो पड़ती थी. दीदी എന്ന് വെച്ചാൽ ചേച്ചി,
വളരെ അധികം പരവശയായിരുന്നു. സംസാരത്തിൻ്റെ ഇടയിൽ അവർ രോന വിലപിക്കുന്നുണ്ടായിരുന്നു, അല്ലെ കരയുകയും ചെയ്തിരുന്നു. മണ്ഡപ ലഗ് ദിയ ഗയാഥ, മണ്ഡപം ശരിയായി എന്നുവെച്ചാൽ വിവാഹത്തിനുള്ള മണ്ഡപം ശരിയായി കഴിഞ്ഞു. ഷാദിക്ക് കാർഡ് ചപ്പ് ഗേ, ക്ഷണക്കത്തം അച്ചടിച്ചു. മേഘമാൻ ആനലകെ, മേഘമാൻ അതിഥികൾ വരാൻ തുടങ്ങി. ഹൽദി തേലെ ചടാന ശുരു ഹോ ഗയ, ഹൽദി എന്ന് വെച്ചാൽ മഞ്ഞൾ, തേൽ എന്ന് വെച്ചാൽ എണ്ണ, അതായത് വധൂവരന്മാരെ മഞ്ഞളും എണ്ണയും തേപ്പിക്കുന്ന ചടങ്ങും ആരംഭിച്ചു. ഹം സബ് വ്യവസ്ഥാസെ സന്തുഷ്ടിതേ, ഞങ്ങൾ എല്ലാവരും ഒരു വ്യവസ്ഥയിൽ എന്ന് വെച്ചാൽ ക്രമീകരണങ്ങളിൽ സന്തുഷ്ടരായിരുന്നു. അവിടെ വിവാഹത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയാണ്, അതിൽ അവർ സന്തുഷ്ടരായിരുന്നു. പർ മൻ ജൈസെ അഫീസെ ഖാലി ആർ ഉദാസിത, എന്നാൽ മനസ്സ് എപ്പോഴും എന്താണ് ഖാലി, ശൂന്യവും ഉദാസീനവും ആയിരുന്നു. അതെന്തായിരിക്കും അതിൻ്റെ കാരണം നോക്കിയേ. जो और इसे उपस्थित था और उसके अनुपस्थित सफ़ी से दिल में घर गई थी. जो उपस्थित था उसके अनुपस्थित अफी से दिल में घर गई थी. അതായത് ഉണ്ടായിരുന്നത് എന്തോ അത് കൈവിട്ട് പോകുന്നതിൻ്റെ നഷ്ടബോധം മനസ്സിനെ എന്ത് ചെയ്തു, മതിക്കുകയും ചെയ്തു. ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുന്ന ഒരു തോന്നലുകളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവരുടെ ഭൂമി മറ്റൊരാൾക്ക് വേണ്ടി പോകുന്നു. ജിസ് ദിൻ സമീൻ की रजिस्ट्री होती थी उनके उसके एक दिन पहले पिताजी ने मुझे अपने साथ खेत चलने को कहा. പകലെ എന്ന് വെച്ചാൽ മുൻപേ രജിസ്ട്രേഷൻ സാത്ത് കൂടെ ഭൂമിക്ക് രജിസ്ട്രേഷൻ നടക്കേണ്ടതിന് ഒരു ദിവസം മുൻപേ പിതാവെ തൻ്റെ കൂടെ വയലിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് അച്ഛൻ പറഞ്ഞു രജിസ്ട്രേഷൻ നാളെയാണെങ്കിൽ ഇന്ന്, അതായത് ഒരു ദിവസം മുൻപ് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കൂടെ വയലിൽ വരെ എന്ത് ചെയ്യണം, കുട്ടി കൂടി അതിന് ലേഖകൻ കൂടി ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഘർമേം മേഘമാൻ തേ ആറ് വിവാഹസെ സംബന്ധിത സെരൂരി കാമുഭി, വീട്ടിൽ അതിഥികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട ജോലികളും ഉണ്ടായിരുന്നു. मैम इसे അപ്രത്യാശിത പ്രസ്താവസെ കുച്ച് ചകിത് ഹുവ, ഈ അപ്രത്യാശ എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ പ്രസ്താവന കേട്ട് ഞാൻ ചകിതനായി, അതായത് വിസ്മയിച്ചു പോയി, അല്ലെ ചകിതനായി. ഏക് ദോ ദിൻ ബാദ് കഫി ചലേങ്കെ പിതാജി, 1-2 ദിവസങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും പോകാം അച്ഛ എന്നറിയിച്ചു. കുച്ച് ഫൂർസത്ത് മേ അഭീത്തോ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം, ഇപ്പോഴാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലേ അല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞു, അതായത് കുറച്ച് ദിവസങ്ങൾ. അത് കേട്ട് അച്ഛൻ പറയാണ് കൽ രജിസ്ട്രിക്ക് ബാദ് വക് സെമീൻ അപ്പനി കഹാം രഹ് ജായകി. കൽ എന്ന് വെച്ചാൽ നാളെ രജിസ്ട്രേഷന് ശേഷം ആ സെമീൻ, ആ ഭൂമി എങ്ങനെയാണ് നമ്മുടെ ഇതല്ല സ്വന്തമാവുകയും ചെയ്യുന്നത്. ഫിർ ദൂസരിക്ക് സെമീൻ മേ ക്യാ ജാന, പിന്നെ മറ്റൊരാളുടെ ഭൂമിയിലേക്ക് എന്തിന് പോകണം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഭൂമി മറ്റൊരാളുടേത് ആകും, ആ സമയത്ത് എന്തിന് പിന്നെ പോവുകയും ചെയ്യണം എന്നച്ഛൻ പറഞ്ഞു. വേ ധീരെ പോലെ, അദ്ദേഹം പതിയ സ്വരത്തിലാണത് പറഞ്ഞത്. യഹ് വാക്യ മുച്ചെ ആഹത്ത് കർ ഗയ, യഹ് വാക്യ എന്ന് വെച്ചാൽ വാക്യം, ആ ഒരു വാക്കുകൾ, വാക്യം എന്ന് വെച്ചാൽ വാക്യം എന്നാണ്. ആ വാക്കുകൾ അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്തു, മുറിപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ വാക്യം, ആ വാക്കുകൾ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അവിടെ വരെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത പോർഷൻ, അടുത്ത 2ാമത്തെ പാർട്ടായിട്ട് പഠിക്കാം. നിങ്ങൾ ഈ ക്ലാസ് നല്ലതുപോലെ വായിച്ച് കേട്ട് പഠിച്ച് വെക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.